നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. 2018 പ്രളയഭീതി ആവർത്തിക്കുമോ എന്ന ഭയത്തിലാണ് കേരളം. കാലവർഷ പെയ്ത്ത് തുടങ്ങി ദിവസങ്ങളായതേയുള്ളൂ കേരളം മുങ്ങി. വരാനിരിക്കുന്നത് പെരുമഴ പെയ്ത്താണെങ്കിൽ കേരളം മുങ്ങുമെന്ന് ഉറപ്പ്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുകൾ കേരളത്തിന്റെ തലയ്ക്കു മുകളിൽ ഇടുത്തി പോലെ വീഴുകയാണ്. ഒഡീഷ തീരത്തിന് സമീപം ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശ് തീരത്തിന് സമീപമായാണ് ഇതിപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. വടക്ക് ഭാഗത്തേക്ക് നീങ്ങുന്ന തീവ്ര ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി വീണ്ടും ശക്തി പ്രാപിച്ച് സാഗർ ദ്വീപിനും ഖെപ്പു പാറയ്ക്കും ഇടയിൽ കരയിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത്. ഇതോടുകൂടി അടുത്ത 5 ദിവസം പടിഞ്ഞാറൻ കാറ്റ് കേരളത്തിനു മുകളിൽ ശക്തമായി തുടരാനാണ് സാധ്യത. സംസ്ഥാനത്ത് വരുന്ന 5 ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. നിലവിലുള്ള പ്രവചനം അനുസരിച്ച് ഇന്നും നാളെയും ഒറ്റപ്പെട്ട അതിതീവ്ര മഴയ്ക്കും മെയ് 31 വരെ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കുമുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. കനത്ത ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. മഴയെക്കുറിച്ചുള്ള വാർത്തകൾ പങ്കുവയ്ക്കുമ്പോൾ പലരും താഴെ വന്ന് കമന്റ് ഇടുന്നത് മാധ്യമങ്ങൾ വാർത്തകൾ പൊലിപ്പിച്ചു കാണിക്കുകയാണ്, വലിയ പ്രതിസന്ധിയൊന്നുമില്ല, വെറുതെ ഭയപ്പെടുത്തരുത് എന്നൊക്കെയാണ്. എന്നാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പാണ് ജനങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അതിൽ ഒരു പൊലിപ്പിച്ചു കാട്ടലുമില്ല. നമുക്കറിയാം, ചൂരൽമലയും മുണ്ടകയും കണ്ട് വിറച്ചവരാണ് നമ്മൾ. ഇനിയും അതുപോലെ ഒരു പ്രതിസന്ധി ഉണ്ടാകരുത്. അതുകൊണ്ട് ജനങ്ങൾ സ്വയം സുരക്ഷിതരായിരിക്കുക എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. അപകടകരമായ സ്ഥലങ്ങളിൽ നിന്ന് മാറി താമസിക്കേണ്ടവർ ക്യാമ്പുകളിലേക്കും മറ്റും ദയവായി മാറി താമസിക്കുക. പലരും അവരുടെ വീടും സ്ഥലവും ഒന്നും വിട്ടുപോകാൻ തയ്യാറാകുന്നില്ല. അത്തരത്തിലുള്ള പിടിവാശികളൊന്നും വയ്ക്കാതെ എത്രയും പെട്ടെന്ന് ഈ മലയോര മേഖലകളിലും അതുപോലെ തന്നെ നദീതീരങ്ങൾക്കടുത്തുമുള്ളവരൊക്കെ തന്നെ എത്രയും പെട്ടെന്ന് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറുക എന്നുള്ളതാണ് മുന്നറിയിപ്പ്. ഇനിയും ഒരു പ്രളയം താങ്ങാൻ കേരളത്തിനാകില്ല. എന്നാൽ റിപ്പോർട്ടുകൾ പ്രകാരം 4 ജില്ലകളിൽ പ്രളയ സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ നദികൾ കരകവിഞ്ഞൊഴുകാൻ ഇടയുള്ളതിനാൽ പ്രളയ സാധ്യതാ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പ്രളയ സാധ്യത കണക്കിലെടുത്ത് വിവിധ നദികൾക്ക് ഓറഞ്ച്, യെല്ലോ അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അധികൃതരുടെ നിർദ്ദേശാനുസരണം പ്രളയ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് ജനങ്ങൾ എത്രയും വേഗം മാറി താമസിക്കണം. യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങാനോ നദി മുറിച്ചു കടക്കാനോ പാടില്ല. തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണെന്നും നിർദ്ദേശമുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ മണിമലയാറിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കോട്ടയം ജില്ലയിലെ മീനച്ചിൽ, കോഴിക്കോട് ജില്ലയിലെ കോരപ്പുഴ, പത്തനംതിട്ട ജില്ലയിലെ അച്ചൻകോവിൽ, വയനാട് ജില്ലയിലെ കബനി എന്നീ നദികളിൽ യെല്ലോ അലർട്ടും നിലനിൽക്കുന്നുണ്ട്. അണക്കെട്ടുകൾക്കും ജാഗ്രതാ നിർദ്ദേശമാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. നെയ്യാർ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നിരുന്നു രാവിലെ. തീരദേശത്തുള്ളവർക്ക് മാറി താമസിക്കാനുള്ള ജാഗ്രതാ നിർദ്ദേശവും ഒക്കെ തന്നെ പുറപ്പെടുവിച്ചിരുന്നു. ഓറഞ്ച് യെല്ലോ അലേർട്ട് പുറപ്പെടുവിച്ചിരിക്കുന്ന നദികളുടെ തീരത്ത് താമസിക്കുന്നവർ കനത്ത ജാഗ്രത പാലിക്കണമെന്നാണ് കേന്ദ്ര മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് സംസ്ഥാന ജലസേചന വകുപ്പിന്റെ പത്തനംതിട്ട ജില്ലയിലെ മണിമലയാറിലെ തോണ്ടറ സ്റ്റേഷനിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്. കോട്ടയം ജില്ലയിലെ മീനച്ചിൽ നദിയിലെ പേരൂർ സ്റ്റേഷൻ, കോഴിക്കോട് ജില്ലയിലെ കോരപ്പുഴ നദിയിലെ കുന്നമംഗലം, കൊള്ളിക്കൽ എന്നീ സ്റ്റേഷനുകളിലും പത്തനംതിട്ട ജില്ലയിലെ അച്ചൻകോവിൽ നദിയിലെ കല്ലേലി, കോന്നി, GD എന്നീ സ്റ്റേഷനുകളിലും വയനാട് ജില്ലയിലെ കബനി നദിയിലെ കാക്കവയൽ സ്റ്റേഷനിലുമാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്. കേരളത്തിൽ വിവിധ ജില്ലകളിൽ കനത്ത മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. പത്തനംതിട്ട, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടും ബാക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എറണാകുളം, തൃശൂർ, മലപ്പുറം, കാസർഗോഡ് ജില്ലകളുടെ തീരങ്ങളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിൽ പടിഞ്ഞാറൻ കാറ്റ് ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ എത്രയും പെട്ടെന്ന് തന്നെ അപകട മേഖലയിലുള്ളവരെ മാറ്റി താമസിപ്പിക്കാനുള്ള നീക്കം എത്രയും പെട്ടെന്ന് നടത്തണം എന്നുള്ള നിർദ്ദേശവും വന്നിട്ടുണ്ട്. തുടർച്ചയായി മഴ ലഭിക്കുന്ന മേഖലകളിൽ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്ക സാധ്യതകൾ കണക്കിലെടുത്ത് അതീവ ജാഗ്രത വേണം. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. കേരള തീരത്ത് കള്ളക്കടൽ മുന്നറിയിപ്പുമുണ്ട്. തീരദേശത്തുള്ളവരൊക്കെ തന്നെ ജാഗ്രത പാലിക്കുക എന്നാണ് മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്.
കുട്ടികളൊന്നും കടലിലിറങ്ങാതെ സൂക്ഷിക്കുക. നമുക്കറിയാം, തീരദേശത്തുള്ളവരാകുമ്പോൾ കുട്ടികളൊക്കെ തന്നെ കടലിൽ കളിക്കുന്നവരും കുളിക്കുന്നവരും ഒക്കെയാണ്. എന്നാൽ അപകടകരമായ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ജനങ്ങൾ സ്വയം സുരക്ഷിതരാകാനുള്ള എല്ലാ നീക്കങ്ങളും നടത്തുക. അധികൃതരുടെ മുന്നറിയിപ്പ് അതുപോലെ തന്നെ പാലിക്കുക. ഇന്ന് നടന്ന വലിയൊരു ദാരുണ സംഭവം കണ്ണൂർ വലിയന്നൂരിൽ രാവിലെ ഉണ്ടായ കാറ്റിൽ കനത്ത നാശനഷ്ടമുണ്ടായി. കനത്ത കാറ്റിൽ ലോട്ടറി വിൽക്കുന്നയാളും പെട്ടിക്കടയും മറിഞ്ഞു വീണ് ഗുരുതര പരിക്കാണ് സംഭവിച്ചിരിക്കുന്നത്. സമീപത്തുണ്ടായിരുന്ന ഓട്ടോറിക്ഷയുടെ മുകളിലേക്കാണ് പെട്ടിക്കട വീണത്. പരിക്കേറ്റ ലോട്ടറി വിൽപ്പനക്കാരനായ പുരുഷോത്തമനെ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. പരിക്ക് സാരമുള്ളതല്ല എന്നാണ് വിവരം. രാവിലെ 7 മണിയോടെ ചുഴലിക്കാറ്റാണ് ഉണ്ടായതെന്ന് നാട്ടുകാർ പറയുന്നു. മരങ്ങൾ ഒടിഞ്ഞു വീണ് ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു. വൈദ്യുതി ലൈനുകളും പൊട്ടി വീണിട്ടുണ്ട്. നിരവധി വീടുകൾക്കും കടകൾക്കും നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. തുടർന്ന് അഗ്നിരക്ഷാ സേന എത്തിയാണ് മരങ്ങൾ മുറിച്ചു മാറ്റിയത്. ജില്ലയിൽ രാവിലെ മുതൽ തന്നെ അതിശക്തമായ കാറ്റും മഴയുമാണ്. മഴ കനത്തതോടുകൂടി തന്നെ ശക്തമായ നീക്കങ്ങളിലേക്ക് സംസ്ഥാന ഭരണകൂടം കടന്നിട്ടുണ്ട്. കയാക്കിംഗ്, കുട്ടവഞ്ചി സവാരി, ബോട്ടിംഗ്, ട്രക്കിംഗ് എന്നിവ ജൂൺ 1 വരെ നിരോധിച്ച് പത്തനംതിട്ട ജില്ലാ കളക്ടർ ഉത്തരവിറക്കിയിട്ടുണ്ട്. വടകര തീരമേഖലകളിൽ കടലാക്രമണം രൂക്ഷമാണ്. കൊയിലാണ്ടി, വളപ്പ്, ആഴിത്തല എന്നിവിടങ്ങളിലാണ് കടലാക്രമണം രൂക്ഷമായത്. കോഴിക്കോട്, വിലങ്ങാട് അതിശക്തമായ മഴയാണ്. പുഴയിൽ മലവെള്ളപ്പാച്ചിൽ, ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിട്ടുണ്ട്. വനമേഖലയിൽ ഉൾപ്പെടെ അതിശക്തമായ മഴയാണ് പെയ്യുന്നത്. വിഷ്ണുമംഗലം, ബണ്ടിലും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അറബിക്കടലിൽ പടിഞ്ഞാറൻ കാറ്റ് മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെ ശക്തി പ്രാപിച്ചിരിക്കുന്നതായി കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വയനാട് ജില്ലയിൽ ആരംഭിച്ച 18 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 739 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. 208 കുടുംബങ്ങളിൽ നിന്നായി 739 പേരെയാണ് വിവിധയിടങ്ങളിലായി ക്യാമ്പുകളിലേക്ക് മാറ്റിയത്. ഇതിൽ 245 പുരുഷന്മാരും 291 സ്ത്രീകളും അതിൽ തന്നെ 5 ഗർഭിണികൾ ഉൾപ്പെടുന്നുണ്ട്. അങ്ങനെ 203 കുട്ടികളും 49 വയോജനങ്ങളും 6 ഭിന്നശേഷിക്കാരും ഉൾപ്പെടുന്നുണ്ട്. വൈത്തിരി, സുൽത്താൻ ബത്തേരി താലൂക്കുകളിൽ 8 വീതം ക്യാമ്പും മാനന്തവാടി താലൂക്കിൽ 2 ക്യാമ്പുകളുമാണ് തുടങ്ങിയിരിക്കുന്നത്. KSEB അധീനതയിലുള്ള കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായ കക്കയം ജലസംഭരണിയിൽ ജലനിരപ്പ് ബ്ലൂ അലർട്ട് പരിധിയായ 755.50 മീറ്ററിൽ നിന്ന് ഉയർന്ന് 755.66 മീറ്ററിൽ എത്തിയതിനാൽ അധിക ജലം തുറന്നുവിടുന്നതിനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് ആദ്യഘട്ട മുന്നറിയിപ്പായ ബ്ലൂ അലർട്ട് KSEB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കളക്ടർക്ക് കത്ത് നൽകിയതോടുകൂടി ഉത്തരവായിട്ടുണ്ട്. ശക്തമായ കാറ്റും മഴയും വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മലയോര മേഖലകളിലുള്ളവരും നദീതീരങ്ങളിൽ താമസിക്കുന്നവരും സുരക്ഷിതമായി ക്യാമ്പുകളിലേക്ക് മാറണം എന്നുള്ള ഉത്തരവാണ് വന്നിരിക്കുന്നത്. മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഒക്കെ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ ജനങ്ങൾ സ്വയം സുരക്ഷിതരാകുക എന്ന് വീണ്ടും ആവർത്തിക്കുകയാണ്. മാധ്യമങ്ങളിലൂടെ വാർത്തകൾ പുറത്തു വരുന്നത് ഒന്നും പൊലിപ്പിച്ചു കാട്ടുന്നതല്ല. കേന്ദ്ര നിർദ്ദേശം, കേന്ദ്ര ഉത്തരവ് തന്നെയാണ് മാധ്യമങ്ങൾ വാർത്തയാക്കുന്നത്. അതുകൊണ്ട് തന്നെ നിസ്സാരമായി ഈ മുന്നറിയിപ്പുകൾ ഒന്നും തന്നെ നിസ്സാരമായി കാണരുത്. എല്ലാവരും ജാഗ്രത പാലിക്കുക. കഴിവതും രാത്രികാലങ്ങളിലെ യാത്രകൾ ഒഴിവാക്കുക. മരങ്ങളൊക്കെ ഒടിഞ്ഞു വീഴാനും അതുപോലെ തന്നെ വൈദ്യുത കമ്പികളൊക്കെ പൊട്ടി വീണും ഒരുപാട് അപകടങ്ങൾ ഇപ്പോൾ സംസ്ഥാനത്ത് പലയിടത്തായി തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കുട്ടികളെയും മുതിർന്നവരെയും ഒക്കെ സുരക്ഷിതരായി തന്നെ സൂക്ഷിക്കുക. ഈ മലയോര മേഖലകളിൽ പലയിടങ്ങളിലും വീടുകളുടെയൊക്കെ അവസ്ഥ ശോചനീയമാണ്. എടുത്തു പറയേണ്ടത് മേൽക്കൂരയൊക്കെ തകർന്ന ഒരുപാട് വീടുകളിൽ താമസിക്കുന്ന നിർധനരായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവരെയൊക്കെ ക്യാമ്പുകളിലേക്ക് മാറ്റുന്നതിനുള്ള എല്ലാ നീക്കവും ഉണ്ടാകണം. അതുപോലെ തന്നെ അവർക്കെല്ലാം ഭക്ഷണം എത്തിക്കുന്നതിനുള്ള നീക്കങ്ങളും എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നുള്ള ഒരു മുന്നറിയിപ്പുണ്ട്. ഇതുകൂടാതെ മഴ കനത്തതോടുകൂടി തന്നെ പല രോഗങ്ങളും തലപൊക്കിയിട്ടുണ്ട്. എല്ലാവരും ആശുപത്രിയിലെത്തി ചികിത്സ തേടുക. സ്വയം ചികിത്സയ്ക്ക് നിൽക്കരുത്. എല്ലാവരും വീണ്ടും പറയുന്നു, സുരക്ഷിതരായിട്ടിരിക്കുക. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.